ന്യൂസ് 16 കേരള. പേജറുകൾ പൊട്ടിത്തെറിച്ചു. ലബനാനിൽ 8 മരണം. 3000-ഓളം ഹിസ്ബുള്ള പോരാളികൾക്ക് പരിക്ക്. ലബനാനിൽ ആശയവിനിമയോപകരണമായ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് 8 ഹിസ്ബുള്ള പോരാളികൾ മരിച്ചു. 2750-ലധികം ആളുകൾക്ക് പരിക്ക്. തലസ്ഥാന നഗരിയായ ബെയ്റൂത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് സ്ഫോടനങ്ങളുണ്ടായത്. പരിക്കേറ്റവരിൽ മെഡിക്കൽ പ്രവർത്തകരും ഉൾപ്പെടുന്നു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഒരു വർഷമായി തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായാണ് ഇത്രയും വലിയ സുരക്ഷാലംഘനം ഉണ്ടാകുന്നതെന്ന് പേര് വെളിപ്പെടുത്താത്ത ഹിസ്ബുള്ള വക്താവ് പറഞ്ഞു. ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആംബുലൻസുകൾ പാഞ്ഞുപോകുന്നതും ആളുകൾ ഭയന്നോടുന്നതും കാണാനായെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യ സ്ഫോടനം നടന്ന അരമണിക്കൂറിന് ശേഷം വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ലബനാനിലെ തെക്കൻ പ്രദേശങ്ങളിലും ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിവരങ്ങൾ ചോരാതിരിക്കാൻ മൊബൈൽ ഫോണുകൾ വരുന്നതിന് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന പേജർ സംവിധാനമാണ് ഹിസ്ബുള്ള പോരാളികൾ ഉപയോഗിക്കുന്നത്. ഡിവൈസുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കാൻ കാരണമെന്താണെന്ന് വ്യക്തമല്ല. ഡിവൈസിന് സ്വയം കേടുപാടുകൾ വരുന്ന വിധത്തിൽ നേരത്തെ തന്നെ എന്തെങ്കിലും കൃത്രിമം വരുത്തിയിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത്. ഉപകരണം ഇസ്രയേൽ ഹാക്ക് ചെയ്തെന്നും സംശയിക്കുന്നുണ്ട്. ഗസ യുദ്ധത്തിന് സമാന്തരമായി കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടുന്ന ഇസ്രയേൽ സൈന്യം സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.